ഹലോ ഗൈസ്, വെൽക്കം ടു ഫുഡ് റാലി. ഇന്ന് ഫുഡ് റാലി ഒരു റോഡ് ട്രിപ്പാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഫ്രം ഹൈദരാബാദ് ടു ബാംഗ്ലൂർ. എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് അലിനും അവനും പേഴ്സണലായിട്ടൊരു ആവശ്യമുള്ളതുകൊണ്ട് അവന് ബാംഗ്ലൂർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവനും കൂടി അവൻ്റെ കാറായ ഹോണ്ട WRVയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിലെ ട്രാഫിക് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഹൈവേയിലോട്ട് കയറാനായി ഞങ്ങൾ ഏകദേശം വൈകിട്ട് 5 മണി കഴിഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ബാംഗ്ലൂർ ഹൈവേയിലോട്ട് കയറുന്നത്. അതിനുശേഷം റോഡെല്ലാം നല്ല സ്മൂത്ത് ആയിരുന്നു, ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു. നമുക്ക് കണ്ണും പൂട്ടി ചവിട്ടിവിടാം, അങ്ങനത്തെ റോഡാണ്. ജഡ്ചർല, കർണൂൽ, അനന്തപൂർ വഴിയാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയത്. പകൽ സമയമായിട്ട് കൂടി റോഡുകളിൽ ട്രക്കുകൾ അധികമായിട്ട് കാണാനായിട്ട് സാധിച്ചു. ചില സമയങ്ങളിൽ നമ്മുടെ യാത്ര ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിൽ 2 ട്രക്കുകൾ ഒരുമിച്ച് റോഡ് കൂടി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഗെയിമിൽ കാണുന്ന പോലെ ഒരു ട്രക്കിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന അടുത്ത ട്രക്ക്, ആ ഒരു അവസ്ഥയായിരുന്നു. ഇനി ഈ റൂട്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളതിൻ്റെ സൈഡ് വ്യൂസ് ഒക്കെ നല്ല അടിപൊളിയാണ്. 2 സൈഡ് നല്ല റോഡാണെങ്കിലും നല്ല വിധത്തിൽ തന്നെ അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള റോഡാണ്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇവർ ടോൾ കളക്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് ടോൾ പ്ലാസകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ റോഡിൻ്റെ ഇരുവശത്ത് നമുക്ക് കൃഷിസ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. അവിടെ കൃഷിയൊന്നും അപ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് അങ്ങ് ദൂരെ ചുണ്ടുകളായ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മലകളുടെ വ്യൂ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മണിക്കൂറുകൾ അങ്ങനെ പെട്ടെന്ന് പോയി. നമുക്ക് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമോ ബോറടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. നമ്മൾ ജീവിതത്തിൽ വളരെ ബോറടിച്ച് വളരെ വിരസമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള യാത്രകൾ വളരെ നല്ലതാണ്. കാരണം അത് നമുക്ക് തരുന്ന ഒരു എനർജി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഒരു ഉണർവാണ് നമുക്ക് തരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സാഹചര്യം കഴിവൊക്കെ നോക്കിയിട്ട് പരമാവധി യാത്രകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇങ്ങനെയുള്ള യാത്രകൾ തരുന്ന എക്സ്പീരിയൻസും കാഴ്ചപ്പാടും അതൊക്കെ വളരെ വലുതാണ്. വൈകുന്നേരം ആയതോടുകൂടി സൂര്യൻ നമ്മളെ വിട്ട് പതിയെ മയങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അസ്തമയ സൂര്യന്റെ കിരണങ്ങളായിട്ട് ഞങ്ങളുടെ യാത്ര അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു. ഇരുട്ടാവുന്നതിന് മുമ്പ് കർണൂൽ പിടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, കർണൂൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഹൈദരാബാദ് ബാംഗ്ലൂർ റൂട്ടിൽ ഏകദേശം 6 ടോൾ പ്ലാസകൾ ഉണ്ട് കേട്ടോ. അവിടെയെല്ലാം നമ്മൾ ടോൾ പേ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1000 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. ഏകദേശം ഒരു 6:30 കഴിഞ്ഞതോടെ ഞങ്ങൾ കർണൂൽ ടോൾ പ്ലാസ എത്തി. ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ചും കൂടി പോയതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. ടോൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും രാത്രിയായപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ റോഡുകളിലൊന്നും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് വെളിച്ചത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ കുറച്ചൊരു കെയർഫുൾ ആയിരിക്കണം. അടുത്ത ലക്ഷ്യം അനന്തപൂർ ആയിരുന്നു. അനന്തപൂർ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. കർണൂലിൽ നിന്ന് അനന്തപൂരിലേക്ക് ഏകദേശം 160 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 3 മണിക്കൂർ ഉള്ളിൽ നമുക്ക് ഓടി പിടിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് പെട്ടെന്നായിരുന്നു മഴ ആരംഭിച്ചത്. മഴയെന്ന് പറഞ്ഞാൽ ചെറിയ മഴയല്ല, അതിശക്തമായ മഴ. ചില സമയങ്ങളിൽ നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടികൾ മുന്നിൽ എന്താണെന്ന് പോലും നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ അതിശക്തമായ മഴയായിരുന്നു ഇട്ടത്. വൈപ്പർ ഇട്ടിട്ടൊന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ വണ്ടി നിർത്തിയില്ല. പല സ്ഥലത്തും റോഡ് സൈഡിൽ വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രക്കിൻ്റെ പുറകെ പിടിച്ച് പതിയെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. കുറച്ച് സമയത്തേക്ക് മാത്രമായിരുന്നു അതിശക്തമായ മഴ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയെല്ലാം മാറി. ഏകദേശം ഒരു 9:30 ഞങ്ങൾ അനന്തപൂർ എത്തി ഭക്ഷണം കഴിച്ച് പിന്നെ യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 1 മണിയോടുകൂടി ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കയറിയിട്ടു. അങ്ങനെ ഞങ്ങളുടെ അതിസുന്ദരമായ ഒരു യാത്ര അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ ഫ്രം ഫുഡ് റാലി.